ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ വളരെ പെട്ടെന്നും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പിയാണത്. അപ്പോൾ നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒന്നുമാണ്. അപ്പോൾ അതിനായിട്ട് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്, 2 എണ്ണം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി വേണമെങ്കിൽ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടില്ല, കഴുകിയിട്ട് അതിന് ഞെട്ടിയോ കളഞ്ഞെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇന്നൊരു പാനിലേക്ക് 2 അച്ച് ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയില്ല അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും പിന്നെ എരിവിനനുസരിച്ച് ഉണക്കമുളകില്ലേ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ കുറവായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അത്രയും മതി കേട്ടോ, വറ്റിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് സെർവ് ചെയ്ത് കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ.